ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അല്ലേ ഇതിനാണോ? നമ്മൾ ഫസ്റ്റ് പോയത് കേക്ക് മേടിക്കാനാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ എല്ലാ പരിപാടിക്കും കേക്കിൻ്റെ പീസസ് മാത്രമേ മേടിക്കുള്ളൂ. ലാസ്റ്റ് കാക്കുൻ്റെ ബർത്ത്ഡേക്കാണ് ഞാനൊരു ഫുൾ കേക്ക് മേടിച്ചത്. അതെന്ന് വെച്ചാൽ അന്ന് അവിടെ നല്ല കേക്ക് പീസസ് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ റെഡ് വെൽവെറ്റിൻ്റെ ഈ ഒരു കേക്കിൻ്റെ ഒരു പീസാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ വലിയ കേക്ക് മേടിക്കണ്ട എന്നുള്ള ഒരു പോയിന്റിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പീസ് മാത്രം മേടിക്കുന്നത് അല്ലേ നല്ലത്. അതിനുശേഷം പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡാണ് പുട്ടീൻ കേട്ടോ. അപ്പോൾ പുട്ടി മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകളിൽ വന്നതാണ്. സ്വന്തം ഭാര്യൻ്റെ ബർത്ത്ഡേക്ക് എന്ത് മണ്ടൻ സ്റ്റാറ്റസ് ഇടുന്ന കുലശമായി ചിന്തിക്കുന്ന എൻ്റെ ഭർത്താവിനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്തായാലും നമ്മുടെ ബർഗർ എന്ന് പറയുന്നത് നമ്മളുടെ പുട്ടി മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. ഇനി നമുക്ക് നമ്മളുടെ ഒരു വ്യൂ പോയിന്റ് കണ്ടു വെച്ചേക്കണ്. അവിടെ പോയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് വിശ്രമിച്ച മണ്ടൻ പ്ലാനുകളുമായാണ് നമ്മൾ പോകുന്നത്. ഇത് സത്യത്തിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയൻ്റെ ഒരു ടോപ്പിലാണ് കേട്ടോ ഈ വ്യൂ പോയിന്റ് വരുന്നത്. ഈ വ്യൂ പോയിന്റിന് സത്യത്തിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ലൈക്ക് അങ്ങനെയല്ല, ഇവിടെ നിന്നും ചെയ്യാം നമുക്ക് ആ ഒരു വ്യൂ. അതേപോലെ നമുക്ക് കുറച്ച് താഴെ മോൺട്രോയിലും ചെന്നെങ്കിൽ ഇതേ വ്യൂ തന്നെയാണ് കിട്ടിയത്. ഈ മോൺട്രോയിലിന് കുറച്ച് ടോപ്പിലാണ്. പക്ഷേ അവിടെ എന്തോ നൈറ്റ് കർഫ്യൂ അങ്ങനെ എന്തോ സംഭവം നടക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പബ്ലിക് സേഫ്റ്റി ആട്ടി വിട്ടു. സോ നമ്മൾ സ്ഥിരം സ്ഥലമായ മോൺട്രോയിലേക്ക് തന്നെ വന്നു. ഇതാണ് കേട്ടോ അവിടെ നിന്നുള്ള വ്യൂ. ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇവിടെ നിറച്ചും ഇങ്ങനെയുള്ള ജീവികളാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അത് ഞങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും. എനിക്ക് ഇങ്ങനത്തെ പേടിയാണ്. അതുകൊണ്ട് നമുക്കൊരു സമാധാനം ഉണ്ടായില്ല കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തു. കട്ട് ചെയ്ത് എന്തായാലും കഴിക്കണമല്ലോ. അതിനാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. ആഗമന ഉദ്ദേശം അതാണല്ലോ. അങ്ങനെ എൻ്റെ 27ാമത്തെ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാനഡയിൽ വരുന്ന സമയത്ത് എനിക്ക് 24 വയസ്സിന് 25 ആവാനായിരുന്നു. പക്ഷേ എന്നാലും 24 വയസ്സിൽ വന്ന് ഞാൻ ഈ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് 27 വയസ്സേക്കാരം. അല്ല ദിവസങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് പോകണതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. നമുക്കിന്ന് നമ്മൾ ഇവിടുന്ന് കേക്ക് കട്ട് ചെയ്യാൻ നമ്മുടെ കുട്ടീനെ ഇവിടെ ഇരുന്ന് കഴിക്കുക. പിന്നെ കുറച്ചൊക്കെ സംസാരിച്ചിരുന്നിട്ട് വിട്ടു പോകാമെന്നുള്ളൊരു പ്ലാനാണ്. പക്ഷേ എനിക്ക് ആദിത്യങ്ങൾ ഒരുപാട് ഉണ്ടായതുകൊണ്ട് എനിക്ക് അത്ര മൂഡ് ഉണ്ടായില്ല കേട്ടോ ഇവിടെ നിൽക്കാൻ. ഒരു മേക്കത്തിരി പോലും ഇല്ലാത്ത ബർത്ത്ഡേ കേക്ക് കൊണ്ട് വന്നിട്ടുണ്ട് ഒരാൾ. ഞാനാണോ മേക്കത്തിരി? മനസ്സിലായില്ല എങ്ങനെയാണ് ഇയാൾ എന്നെ വീഴ്ത്തിയതെന്ന്. എന്നിട്ട് കൊണ്ടുവന്ന കേക്കൊക്കെ ഒറ്റക്ക് അങ്ങ് തിന്നു മക്കമാക്കോ. ഷോ യു ദ വ്യൂ ഗൈസ്. ഫ്ലാഷിലേക്ക് കാണും. ഇവിടുന്ന് വൈബിൽ കഴിക്കാൻ വേണ്ടി വന്നത്. പക്ഷേ മരപ്പെട്ടി മറ്റു ജീവിണ്ടായതുകൊണ്ട് പേടിച്ച് പുറത്താക്കാൻ പറ്റാതെ പോയി. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ പുട്ടീനൊക്കെ കഴിച്ച് നമ്മൾ കുറച്ചേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ വീട്ടിലേക്ക് പോയിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബർത്ത്ഡേ പരിപാടിയായിരുന്നു. ബർത്ത്ഡേ പരിപാടി ഒന്നും പറയാനൊന്നുമില്ല. പക്ഷേ നമ്മൾ രണ്ടാളുള്ള കുറച്ച് നല്ല മൊമെൻറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഐ വിഷ് ഇനിയും ഒരുപാട് കൊല്ലം ഇതേപോലെയൊക്കെ തന്നെ അങ്ങനെ പോയാൽ മതി. നമുക്ക് ഇതിൽ കൂടുതൽ വേണമെന്നൊന്നുമില്ല. സോ സിമ്പിൾ ബട്ട് ഗ്രേറ്റ്ഫുൾ. ഐ എം ഹാപ്പി. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ ഗൈസ്, ബൈ.